ദുനിയാവും ആഖിറവും വിജയിക്കാൻ നമുക്ക് സാധ്യമാകുന്ന തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അനുകൂലമാകുന്ന തഖ്വ. എന്താണ് ഈ തഖ്വ? മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ ഈ തഖ്വയുടെ നിർവചനം നമ്മെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അത്തഖ്വ ഫിഅലു മാ അമറല്ലാഹു ബിഹി വതർകു മാ നഹല്ലാഹു അൻഹു. തഖ്വ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഏത് കാര്യങ്ങളുണ്ടോ അത് പ്രവർത്തിക്കലാണ്. അല്ലാഹു വിലക്കിയ, അവൻ നിഷിദ്ധമാക്കിയ ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാക്കലാണ്. ഇതാണ് തഖ്വ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, وأما التقوى فحقيقتها العمل بطاعة الله إيمانا واحتسابا أمرا ونهيا. തഖ്വയുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ തഖ്വ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ ദൃഢമായി അവന്റെ കൂലി ആഗ്രഹിച്ച് പ്രതിഫലേച്ഛയോടുകൂടി അവനെ വഴിപ്പെടുന്ന പണിയെടുക്കലാണ്, അവനെ വഴിപ്പെട്ട് അമൽ ചെയ്യലാണ്. അംറൻ വനഹ്യൻ, അല്ലാഹുവിന്റെ കൽപ്പനകളാകട്ടെ അവന്റെ വിലക്കുകളാകട്ടെ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അല്ലാഹുവിനെ വഴിപ്പെട്ട് അതനുസരിച്ച് അമൽ ചെയ്യലാണ്. അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. ഈമാനൻ ബിൽ ആമിരി വതസ്ദീഖൻ ബിവഅദി, അത് കൽപ്പിച്ച അല്ലാഹുവിലുള്ള വിശ്വാസം, ഈമാൻ, അത് മുറുകെ പിടിച്ച് അല്ലാഹുവാണ് ഇത് കൽപ്പിച്ചത് എന്ന ദൃഢവിശ്വാസത്തോടുകൂടി അല്ലാഹുവിന്റെ കൽപ്പനകൾ അവൻ പ്രവർത്തിക്കുന്നു. വതസ്ദീഖൻ ബിവഅദി, അത് പ്രവർത്തിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ വാഗ്ദാനം അത് സത്യപ്പെടുത്തുന്നവനായി ആ പ്രതിഫലേച്ഛയോടുകൂടി അവൻ അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തിക്കുന്നു. വയത്രുകു മാ നഹല്ലാഹു അൻഹു ഈമാനൻ ബിന്നാഹി വഖൗഫൻ മിൻ വഈദി, അതുപോലെ തന്നെ അല്ലാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങൾ അവൻ ഒഴിവാക്കുന്നു. അത് വിലക്കിയവൻ ആരാണ്? എന്റെ റബ്ബാണ്, അല്ലാഹുവാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ. ഖൗഫൻ മിൻ വഈദി, എന്തിനവൻ അത് ഒഴിവാക്കണം? എന്താണ് അവൻ അതിനുള്ള പ്രേരകം? എന്താണ് അതിനു പിന്നുള്ള ഛേദോവികാരം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ശിക്ഷയുടെ താക്കീതാണ്. അത് പേടിച്ചിട്ടാണ്, അവന്റെ നരകം പേടിച്ചിട്ടാണ്. ഇതാണ് തഖ്വ. മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹം തഖ്വക്ക് നൽകിയ താരീഫ്, നിർവചനം വളരെ പ്രസിദ്ധമാണ്. പണ്ഡിതന്മാർ തഖ്വയിൽ പറയപ്പെട്ട തഖ്വയുടെ നിർവചനത്തിൽ ഏറ്റവും മനോഹരമായ താരീഫാണിതെന്ന് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നു. തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഫിത്നകൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ മുസ്ലിം ഉമ്മത്തിനോട് ഗുണകാംക്ഷയുള്ള ഒരു കൂട്ടം ആളുകൾ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ തൽഖ് ഇബ്നു ഹബീബ്, നമ്മുടെ നാട്ടിൽ ഫിത്നകൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ സൂക്ഷിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫിത്ന ഫഅത്ഫിഊഹാ ബിത്തഖ്വ, ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ഫിത്നയുടെ അഗ്നി നിങ്ങൾ തഖ്വ കൊണ്ട് ഊതിക്കെടുത്തുക. ഖാലു വമത്തഖ്വ, അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് തഖ്വ എന്നാൽ? അദ്ദേഹം പറഞ്ഞു, അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കലാണ്, അവനിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് അവന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും വഹയിന്റെ പ്രകാശം സ്വീകരിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ പ്രവർത്തിക്കലാണ്. തർജു സവാബല്ലാഹ്, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, അവൻ ഹറാമാക്കിയ മഅസിയത്തുകൾ നീ ഒഴിവാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് നിന്റെ അഭീഷ്ടപ്രകാരമല്ല, നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുക, നിനക്കിഷ്ടമുള്ളത് ഒഴിവാക്കുക, അതല്ല. അല്ലാഹുവിന്റെ വഹയിലൂടെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഏതേത് ഹറാമുകളുണ്ടോ, മഅസിയത്തുകളുണ്ടോ, നീ ഒഴിവാക്കലാണ്. തഖാഫു ഇഖാബല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. ഇതാണ് തഖ്വ. മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തഖ്വയെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അസ്ലു തഖ്വ അൻ യജ്അലൽ അബ്ദ് ബൈനഹു വബൈന മാ യഖാഫുഹു വയഹ്ദറുഹു വിഖായതൻ തഖീഹി മിൻ. തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ, അവനും അല്ലാഹുവിനുമിടയിൽ പേടിക്കേണ്ട, ജാഗ്രത കൈക്കൊള്ളേണ്ട കാര്യങ്ങളിൽ അവൻ സുരക്ഷയൊരുക്കലാണ്.
അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവനെ ധിക്കരിക്കുന്ന വിഷയങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹമാകുന്ന കാര്യങ്ങൾ, അതിനെ പേടിച്ചുകൊണ്ട്, അതിനെ ഭയന്നുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ ഒരു സുരക്ഷാമാർഗം സ്വീകരിക്കലാണ് തഖ്വ. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ ഇസ്മുൻ ജാമിഉൻ ലിഫിഅലി ത്വആത്ത് വതർക്കുൽ മുൻകറാത്ത്. തഖ്വ എന്ന് പറഞ്ഞാൽ നന്മകൾ പ്രവർത്തിക്കുകയും തിന്മകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തിന്, ആ ഗുണത്തിന് പറയുന്ന സമഗ്രമായ ഒരു പേരാണ് തഖ്വ. സഹോദരങ്ങളെ, ഇങ്ങനെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മത്തിലെ അഇമ്മത്തുകൾ തഖ്വയെ മനോഹരമായി നമുക്ക് വിശദീകരിച്ചു നൽകുന്നു. അക്കൂട്ടത്തിൽ സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തഖ്വ എന്നാൽ മഹാനായ അല്ലാഹുവിനെ നീ പേടിക്കലാണ്. അള്ളാഹുവിന്റെ ഔന്നത്യം, അവന്റെ അളമത്ത്, അവന്റെ വലുപ്പം, അവന്റെ ഗാംഭീര്യം നീ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ പേടിക്കലാണ്. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായ വഹി അനുസരിച്ച് നീ പ്രവർത്തിക്കലാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് നിനക്ക് ലഭിച്ച തുച്ഛമായ വിഭവം കൊണ്ട് നീ തൃപ്തിയടയലാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്രാ ദിവസത്തിന് വേണ്ടി നീ മുന്നൊരുക്കം നടത്തലാണ്. പരലോകത്തേക്ക്, നിന്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നീ മുന്നൊരുക്കം നടത്തലാണ്. ഇതാണ് തഖ്വ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് തഖ്വ എന്നറിയാമോ? അദ്ദേഹത്തിന് തഖ്വ എന്താണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു കൊടുക്കുകയാണ്, ഹൽ അഖദ്ത യൗമൻ ത്വരീഖൻ ദാ ശൗ, മുള്ളുള്ള ഒരു വഴിയിലൂടെ നീ എന്നെങ്കിലും നടന്നിട്ടുണ്ടോ? മുള്ളുള്ള യാത്ര, ദുർഘടമായ പാതയിലൂടെ നീ പ്രവേശിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. തിരിച്ച് അദ്ദേഹം ചോദിച്ചു, ഫമാ അമിൽത ഫീഹ്, ആ വഴിയിൽ നീ എങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത്? എങ്ങനെ നീ ആ വഴിയിലൂടെ നടക്കും? അദ്ദേഹം പറഞ്ഞു, തശമ്മർതു വഹദ്ദർതു, ഞാൻ ശ്രദ്ധിച്ച് ജാഗരൂകനായി ആ മുള്ളുകൾ എന്റെ കാലിൽ പതിക്കാതെ, എന്നെ നോവിക്കാതെ ഞാൻ ശ്രദ്ധിച്ച് സൂക്ഷ്മത പാലിച്ച് നടക്കും. ഖാല ഫദാക തഖ്വ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നാൽ അതാണ് തഖ്വ. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ കല്ലും മുള്ളും മലമ്പാതയും ദുർഘടമായ വഴികളും തീർക്കുന്ന മഅസിയത്തുകളിൽ നിന്നും, മോശത്തരങ്ങളിൽ നിന്നും, അനാവശ്യങ്ങളിൽ നിന്നും നീ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കുക. മുള്ളുള്ള മലമ്പാതയിലൂടെ, ദുർഘടമായ വഴിയിലൂടെ നീ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സഞ്ചരിക്കുന്നത് പോലെ, അതാണ് തഖ്വ.